സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി NDA സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് NDA നേതാക്കൾ രാഷ്ട്രപതിയെ കാണുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി യോഗത്തിൽ ഘടകകക്ഷികൾ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ശനിയാഴ്ചയാണ് സത്യപ്രതിജ്ഞ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഡൽഹിയിലെ നീക്കങ്ങൾ? ഏതൊക്കെ തരത്തിലാണ് NDA സർക്കാർ രൂപീകരണവുമായി മുമ്പോട്ട് പോകുന്നത്? സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ രാജ്യതലസ്ഥാനത്ത് സജീവമായി നടക്കുകയാണ്. അവിടെ JP നദ്ദയുടെ വസതിയിൽ, അതായത് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ അമിത്ഷായും രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക, ഇതിനായി രാജ്നാഥ് സിംഗിനെയും JP നദ്ദയെയും അതോടൊപ്പം തന്നെ അമിത്ഷായെയും നരേന്ദ്രമോദി ചുമതലപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഫലമായി തന്നെയാണ് ഒരു യോഗം അവിടെ നദ്ദയുടെ വസതിയിൽ ചേരുന്നത്. ഈ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാർ പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട BJP ഇപ്പോൾ വലിയൊരു വെല്ലുവിളി നേരിടുന്നത് TDPയും JDയും തന്നെയാണ്. ഈ രണ്ട് സഖ്യകക്ഷികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അത് ഏത് രീതിയിൽ അത് അംഗീകരിച്ച് സമവായ നീക്കത്തിലൂടെ അത് എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് പ്രധാനമായും BJP നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെ. എന്തായാലും സുപ്രധാനമായ പദവികളെല്ലാം തന്നെ ഈ രണ്ട് കക്ഷികളും ചോദിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സ്പീക്കർ പദവി അടക്കം TDP ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രബാബു നായിഡു ഇതിൽ കർശന നിലപാടുമായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി, കൂടാതെ ക്യാബിനറ്റ് റാങ്ക് അടക്കമുള്ള സുപ്രധാന മന്ത്രിപദങ്ങളെല്ലാം തന്നെ ചന്ദ്രബാബു നായിഡു ആ മന്ത്രിപദങ്ങൾക്കെല്ലാം തന്നെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും സുപ്രധാന വകുപ്പുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ബീഹാറിനും പ്രത്യേക പദവി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ രീതിയിൽ ഈ രണ്ട് നേതാക്കളെയും അനുനയിപ്പിച്ച് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് തന്നെയാണ് പ്രധാനമായും BJP നേരിടുന്ന വെല്ലുവിളി. നാളെ NDA MPമാരുടെ ഒരു യോഗം ചേരുന്നുണ്ട്. NDA MPമാർ യോഗം ചേർന്ന് മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചർച്ചയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശനിയാഴ്ചയായിരിക്കും പുതിയ മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ചിലപ്പോൾ ഒരു വൈകിട്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ചർച്ചകൾ തകൃതിയായി നടക്കുന്നു. അതിനിടയിൽ മന്ത്രി സ്ഥാനം വീതം വെക്കുന്ന കാര്യത്തിലടക്കമുള്ള കാര്യങ്ങളും ചർച്ചകളും സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനിടയിൽ JP നദ്ദ സ്ഥാനമൊഴിയുന്നു എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ സജീവമായി തന്നെ വരുന്നുണ്ട്. ചില പരാമർശങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയായി എന്ന കാര്യങ്ങളെല്ലാം തന്നെ BJPക്കുള്ളിൽ നിന്ന് പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ JP നദ്ദയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി. കൂടുതൽ സീറ്റുകൾ കുറയുന്നു എന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ JP നദ്ദ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള സാധ്യതയും കൂടെ കാണുന്നുണ്ട്. ആ രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ പുറത്തു വരികയാണ്. എന്തായാലും ഈ നേതാക്കൾ JP നദ്ദയുടെ വീട്ടിൽ യോഗം ചേരുന്നു. ഈ മന്ത്രിപദത്തോടൊപ്പം തന്നെ സംഘടനാ കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാകുന്നത്. പുതിയ JP നദ്ദ ഒഴിയുകയാണെങ്കിൽ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാകുന്നത്. അജിംഷാദ്. ശരി, വലിയ തിരക്കിട്ട ചർച്ചകൾ, വലിയ മാറ്റങ്ങൾ, വലിയ ആഭ്യന്തര കലഹങ്ങൾ, ആന്തരിക വൈരുദ്ധ്യങ്ങൾ ഒക്കെയായി NDA സർക്കാർ രൂപീകരണവും മോദി പ്രധാനമന്ത്രിയാകാനുമുള്ള തയ്യാറെടുപ്പുകളും നീക്കങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളുടെ പ്രവേശനവും ഒക്കെയാണ് ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നത്. അതിന് സമാനമായി തന്നെ വൈരുദ്ധ്യങ്ങളും പുരോഗമിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് നാം കേട്ടത്.